അടുത്തതായിട്ട് പ്രവാസികളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സാബു ചമ്പലക്കുഴിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, ഞാൻ അമേരിക്കൻ അറ്റ്ലാന്റയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ബേബി സാർ സൂചിപ്പിച്ചതുപോലെ ട്രൈപാർട്ടി എഗ്രിമെൻ്റാണ് ഇപ്പം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കെണി. കാരണം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു മകൻ പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ അവർ പറയുന്നത് അവനും ആ പള്ളിയിൽ നിൽക്കാം, അവൻ്റെ വൈഫും പിള്ളേരും അടുത്ത സീറോ മലബാർ പള്ളിയിൽ പൊക്കോളും. അപ്പം ചിലർ കേൾക്കുമ്പോൾ പറയും, ഓ അവനിപ്പോൾ അവിടെ നിന്നെന്ന് ഓർത്തുകൊണ്ട് എന്തോ കുഴപ്പം, അവൻ്റെ ഭാര്യയും പിള്ളേരും എനിവേ നമ്മുടെ പള്ളിയിലേക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിലർ വിചാരിക്കോ അത് കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇതൊരു കെണിയാണ് നമുക്ക്. അതായത് നമ്മളൊക്കെ പ്രായമാവുന്നു, നമ്മളൊക്കെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ലോ പോയിസണാണ്. അതായത് നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന പോലെയല്ല. അതായത് ഈ സമുദായം ഇനി മുന്നോട്ട് പോകരുത്. അതായത് 2012 ഒരു ബിഷപ്പുമായിട്ട് സംസാരിച്ചപ്പം മനസ്സിലായതാണ്, നമ്മളുടെ തീരുമാനങ്ങളല്ല എടുക്കുന്ന സിനഡിൽ വോട്ടിട്ട ഈ 65-67 ബിഷപ്പുമാരുടെ വോട്ടിൽ നമുക്ക് കിട്ടുന്ന 5-6 വോട്ടാണ്. അപ്പോൾ എന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും? ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് അവരുടെ ലക്ഷ്യവും. അപ്പം അതിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ചിന്തിച്ചാണ് 2014 ഞാനൊരു മെമ്മറാണ്ടം കൊടുക്കാനായിട്ട് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ നടന്ന് അന്ന് കൊണ്ടുപോയി കൊടുത്തു. അതിൻ്റെ 10ാം വാർഷികമാണ് ഈ ജൂൺ 1-ാം തീയതി. അന്ന് ഇവിടെ ഇരിക്കുന്ന പലരും എന്നെ അന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഈ അമേരിക്കയിലും ജ്ഞാനായപ്പള്ളി, ഇപ്പം UK-യിലും ജ്ഞാനായപ്പള്ളി കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഒരു വികാരമാണല്ലോ. അതനുസരിച്ചാണ് നമ്മൾ സമ്മതിക്കുകയും അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയും ഫണ്ട് പിരിക്കുകയും എല്ലാം ചെയ്ത് നമ്മൾ പള്ളികളുണ്ടാക്കിയത്. പക്ഷേ ഈ കെണിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഇവിടെയുള്ള പലർക്കും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ പോയപ്പം ആ വണ്ടിയായിരുന്ന ആർക്കും അറിയത്തില്ല. കാരണം ഇതെന്നാണ് ഇതിൻ്റെ യഥാർത്ഥ വിഷയം എന്നുള്ളത്. അപ്പോൾ ബേബി സാറ് പറഞ്ഞതുപോലെ നമ്മൾ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കുകയും അവസരങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇത് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പുതിയ KSSൻ്റെ മെമ്പേഴ്സ് എല്ലാവിധ ആശംസകളും നൽകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ഇടയലേഖനം വായിച്ചല്ലോ. അതായത് ബിഷപ്പിനെ വാലാട്ടി നിൽക്കുന്നവർക്കെല്ലാം അവിടെ സ്ഥാനം അങ്ങനെയുള്ളവരെ കയറ്റാവുള്ളെന്ന്. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്ത് ഈ അടുത്ത ഓരോ പള്ളിയിലും, നമുക്കിപ്പോൾ ഓരോ പള്ളിയിൽ കൂടിയല്ലേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് KCCയുടെ ഇലക്ഷന് നമ്മുടെ ഇത് തോറ്റുപോയി. എങ്കിൽ പോലും അടുത്തതിന് ജയിക്കുവാനായിട്ട് നമുക്കെന്തോ ചെയ്യാൻ സാധിക്കുന്ന, എല്ലാ പള്ളികളിലും നമ്മൾ സൈലൻ്റായിട്ട് ഓരോ സ്ഥാനങ്ങൾ പിടിച്ചെടുത്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നീണ്ടൂർ പള്ളിയിലെ കൈക്കാരന്മാർ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കെന്ത് അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ KCCയുടെ എല്ലാ സീറ്റുകളും നമ്മുടെ KSSൻ്റെ ആൾക്കാർ പിടിച്ചെടുത്ത്, നമ്മൾ ഇവരെ ആരെയും തെറി പറയാനോ അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടോ ഒന്നുമില്ലല്ലോ. നമ്മൾ മൂലക്കാട് പിതാവിനെ പിതാവായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകുക. നമ്മുടെ ജ്ഞാനായ സമുദായം നശിക്കരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും വേണം. ഞങ്ങൾ അറ്റ്ലാന്റായി കുറേ ടീമുണ്ട്. അവർ ഇപ്പോഴും പ്രതിഷേധിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ എല്ലായിടത്തും പ്രതിഷേധിച്ച് നിൽക്കുവാനുള്ള ചങ്കൂറ്റം കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പുതിയ സംഘടന നേതാക്കൾക്ക് എല്ലാവിധ ആശംസകളും നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.